നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന മനോഹരമായ ബന്ധം അവരിപ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ ഈ കണക്ഷൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് ആയിട്ട് നിങ്ങൾ ഈ പേഴ്സൻ്റെ എനർജി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ നിങ്ങൾ അവരെ സ്വപ്നത്തിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഈ ഒരു ഡേയ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് എന്തായാലും നിങ്ങളെ തിരികെ വേണം. എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി ഒരു ലോങ് ടൈമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണെന്നാണ്. കാരണം ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ സ്ട്രെങ്ത് ഒന്നും തിരിച്ചറിയുന്നില്ല. നിങ്ങളൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്കതെല്ലാം ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതിപ്പോഴും അവർക്കറിയില്ല. നിങ്ങൾ തിരിച്ചു വരില്ല എന്നുള്ളൊരു സത്യം ശരിക്കും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. എന്നാലും അവർ നിങ്ങളെ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അത് അവരിൽ ഒരു ഈഗോ വർക്കൗട്ട് ആകുന്നുണ്ട്. അവരുടെ ഈഗോ അവരോട് ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വരില്ല എന്നുള്ളത്. എങ്കിലും അവർ നിങ്ങളെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ശരിക്കും ഇത് അവരുടെ കർമ്മ തന്നെയാണ്. കാരണം നിങ്ങൾ അവരെ ഇതുപോലെ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. അതാണ് അവർക്കിപ്പോൾ തിരിച്ചു കിട്ടുന്നത്. എപ്പോഴും നിങ്ങളായിരുന്നു അവരെ കാത്തിരുന്നത്. ഇപ്പോൾ നോക്കിയേ, അവർ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇത് ശരിക്കും അവരുടെ കർമ്മയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കർമ്മ എന്ന് പറയുന്നത് സത്യമാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മുൻപ് നിങ്ങളായിരുന്നു അവർക്ക് വേണ്ടി കാത്തിരുന്നതും കരഞ്ഞതും ചേസ് ചെയ്തതുമൊക്കെ. പക്ഷേ ഇപ്പം നിങ്ങൾ മൂവ് ഓൺ ആയി. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഇനി ഒരിക്കലും ഇത് ചെയ്യില്ല എന്നാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, എങ്ങനെ നിങ്ങൾ ചേഞ്ചായി എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്കൊരു വേക്കപ്പ് കോളാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ കോൾ. യൂണിവേഴ്സ് നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുകയാണ് നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും ചേഞ്ച് ആവണമെന്ന്. നിങ്ങൾ ചേഞ്ച് ആയേ മതിയാവൂ എന്നാണ് യൂണിവേഴ്സ് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ചേഞ്ച് ആകുമ്പോൾ അവരുടെ സ്നേഹം ശരിക്കും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മിസ് ചെയ്യും. അത് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ടൈം നല്ല ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും വീണ്ടും ഈ ലൂപ്പിലേക്ക് ഇനി തിരിച്ചു പോകില്ല എന്നുള്ളതാണ്. അതിനി എന്തൊക്കെ സംഭവിച്ചാലും, അതായത് ഇനി കരയേണ്ടി വന്നാലോ അഥവാ ഇനി മരിക്കേണ്ടി വന്നാൽ പോലും തിരിച്ചു പോകില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിങ്ങൾ. കാരണം എപ്പോഴും ഞാൻ തന്നെ മിണ്ടണം, ഞാൻ തന്നെ ചേസ് ചെയ്യണം, വൈ ഷുഡ് ഐ ഡു, അതാണ് നിങ്ങളിപ്പോൾ സ്വയം ചോദിക്കുന്നത്. യൂണിവേഴ്സ് ഈ പേഴ്സണോടും ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തായാലും ചേഞ്ച് ആകണമെന്ന്. അല്ലെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. ഇപ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലായി അവർ നിങ്ങളെ വിട്ടു പോകുമ്പോൾ നിങ്ങൾ അനുഭവിച്ച വേദനയും നിങ്ങൾ എവിടെയാണ് തോറ്റുപോയത് എന്നുള്ള കാര്യവും. ഇപ്പോൾ അവർ അത് ശരിക്കും അറിയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, എന്നിട്ടും ചിലപ്പോൾ അവർ നമ്മളെ വിട്ടു പോകും. അപ്പോൾ സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കൊടുത്തു എന്നൊക്കെ. എന്നിട്ടും അവർ വിട്ടുപോയി എന്നൊക്കെ. എന്ത് കാര്യവും നമ്മൾ ഒരാൾക്ക് വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കുമ്പോൾ അതിലവർ നിങ്ങളെ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ വൈഫ് മെറ്റീരിയൽ ആയിട്ട് മാത്രമേ കാണുകയുള്ളൂ. അത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങളൊരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ ഒരു മെറ്റീരിയലായി മാത്രമേ കാണുകയുള്ളൂ. നിങ്ങൾ എപ്പോഴും ഒരു നീഡിയാണെന്ന് അവർ ചിന്തിക്കും. നിങ്ങളെ ഒരിക്കലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായി അവർ കാണില്ല. നിങ്ങളെ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നീഡിയായി ചെല്ലുന്നതെന്ന് അവർ കരുതും. അതുമാത്രമല്ല, ഞാൻ എക്സ്ട്രാ സ്പെഷ്യലാണ്, അതുകൊണ്ട് അവരെൻ്റെ പുറകെ വരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നും അവർക്ക് ഇതിലും നല്ലത് കിട്ടുമെന്ന്. സോ അവർ നിങ്ങളിൽ നിന്നും അഡ്വാൻറ്റേജ് എടുക്കുകയും വേറെ ഓപ്ഷൻ നോക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങളെ ഒരു പ്ലേസ് ഹോൾഡറായിട്ട് വെക്കും. നിങ്ങളെ ബ്രാൻഡ് വാല്യൂ അവരുടെ മുന്നിൽ നിങ്ങൾ തന്നെ ലൂസ് ചെയ്യും. അതുകൊണ്ടൊരു ഗോൾഡൻ ലെസൺ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അമിതമായി ഒന്നും ചെയ്തു കൊടുക്കരുത്. എല്ലാത്തിനും ഒരു പരിധി വേണം. ഇനി നിങ്ങളൊരു മാരേജ് റിലേഷനിലാണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ പാർട്ട്ണർക്ക് വേണ്ടിയാണെങ്കിലും ചെയ്തു കൊടുക്കരുത്. അവർക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് വാല്യൂ ഉണ്ടാകും. അതുപോലെ തന്നെ അവർ നിങ്ങളിൽ ഓവർ ഡിപ്പെൻഡൻ്റ് ആകും എന്നൊക്കെയാണ്. ബട്ട് യു റിമെമ്പർ വൺ തിങ്, പീപ്പിൾ ആർ റീപ്ലേസബിൾ. അതിപ്പോൾ ഒരു ജോബായാലും ലൈഫിലായാലും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എനിക്ക് കഴിവുകളുണ്ട് അതുകൊണ്ട് എന്നെ ആ ജോബിൽ നിന്ന് മാറ്റില്ല എന്നൊന്നും. അങ്ങനെ ഒരിക്കലും ഓവർ കോൺഫിഡൻ്റ് ആകരുത്.
അവർക്ക് സ്കിൽഡായ ആളുകളെക്കാൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ആവശ്യം. ഇപ്പോൾ അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ നിങ്ങളെ കീപ്പ് ചെയ്യും. അതർവൈസ് ദേ വോണ്ട് കീപ്പ് യു. ഇങ്ങനത്തെ ആളുകൾ അതിപ്പോൾ പ്രൊഫഷണൽ ആണെങ്കിലും ലൈഫാണെങ്കിലും അതൊരു പ്രോബ്ലം തന്നെയാണ്. നിങ്ങളൊരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. അതായത് ഒരു ഗോൾഡൻ റൂളാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ്. അതായത് ഒരു ഗോൾഡൻ റൂളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളാണ് ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് എന്നല്ല അവർ ചിന്തിക്കുന്നത്. നിങ്ങളൊരു ഡോർമാറ്റ് ആണെന്നേ അവർ ചിന്തിക്കും. നിങ്ങളിൽ നിന്ന് മാക്സിമം അഡ്വാൻറ്റേജ് അവരെടുക്കും. അവരൊരിക്കലും നിങ്ങൾക്കൊന്നും ചെയ്തു തരില്ല. നിങ്ങളിൽ നിന്ന് എടുക്കുക മാത്രമേ ഉള്ളൂ. ബിക്കോസ് യു ആർ നീഡി. സോ നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ആളാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തോളൂ. നിങ്ങളുടെ എനർജി മിസ്യൂസ് ചെയ്യാൻ അവരെ അനുവദിക്കാതെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാനത് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ എനർജി മറ്റുള്ളവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തൂ. ഇനി ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവർ നന്നായി പെരുമാറിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിഷമത്തോടെ പറയാറില്ലേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടും എന്നോട് സ്നേഹമില്ല എന്നൊക്കെ. അപ്പോൾ അവർ ചോദിക്കും, ഓ ഇതൊക്കെ ചെയ്തു തന്നിട്ട് നിങ്ങൾ വിളിച്ചു പറയുകയാണോ എന്ന്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കിക്കോളൂ. ആളുകൾ അങ്ങനെയാണ്. അവർ അൺഗ്രേറ്റ്ഫുൾ ആണ്. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ചും. ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർ നിങ്ങളെ എപ്പോഴും സേഫ് ആക്കാൻ നോക്കും. നിങ്ങളെ കൊണ്ട് എക്സ്ട്രാ വർക്കൊന്നും ചെയ്യിക്കില്ല, അവരുടെ ലൈഫിൽ എന്നും നിൽക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നിങ്ങളെ ലൈഫിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നാച്ചുറലായിട്ട് മനസ്സിൽ നിന്നും വരേണ്ടതാണ്. നിങ്ങൾ ബിസി ആണെങ്കിലും അവർക്ക് മെസ്സേജ് അയക്കാൻ സമയം കണ്ടെത്തുന്നില്ലേ? എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾക്ക് തോന്നും അവർ ഇമോഷണൽ എക്സ്പ്രസീവ് ആണെന്ന്. അല്ല, അവർ ഇമോഷണലി ഇമ്മച്വർ ആണ്. ഒരിക്കലും അവരുടെ ഇമോഷണൽ ഇമ്മച്വർ ബിഹേവിയറിന് നിങ്ങൾ എക്സ്ക്യൂസ് പറയരുത്. അത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇവരൊരു മാനിപ്പുലേറ്റീവ് പേഴ്സൺ ആണ്. ഇവരൊരു മാനിപ്പുലേറ്റീവ് ഗെയിമറാണ്. നോ കോണ്ടാക്ട്, നിങ്ങൾക്ക് അവർ നോ കോണ്ടാക്ട് തന്നതിലൂടെ അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു. ഇമോഷണൽ ഇമ്മച്വർ പീപ്പിളിന് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അവർ ഹോട്ട് ആൻഡ് കോൾഡ് ആയിരിക്കും. അവരെപ്പോഴും ക്രേവിംഗ് ആയിരിക്കും. അവർ നിങ്ങളെ ഒരിക്കലും ഫീൽ സേഫ് ആക്കില്ല. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും അവർക്ക് സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അവരുടെ ഗെയിം പ്ലാൻ. പക്ഷെ ഇത്തവണ അവരുടെ ഗെയിം പ്ലാൻ മൊത്തം തെറ്റിപ്പോയി. അതാണ് നിങ്ങൾ തിരിച്ചു പോകാത്തത്. നിങ്ങൾ വീണ്ടും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും പോകരുത്. നിങ്ങൾ ഒരിക്കലും പോകരുത്. അവർക്ക് മെസ്സേജ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് ടൈം അവർക്ക് മെസ്സേജ് അയക്കണമെന്ന് തോന്നുമ്പോൾ വന്ന് ഈ വീഡിയോ കണ്ടോളൂ. അവർക്ക് നിങ്ങളെ തകർത്ത് അവരുടെ അടുത്തേക്ക് തിരിച്ചെത്തിക്കണം. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ അവർ ചേഞ്ച് ആകാം, അല്ല എങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഒന്നും ഉറപ്പില്ല. അവ വരുന്നെങ്കിൽ വരട്ടെ. നിങ്ങളായിട്ട് മെസ്സേജ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അവരിലേക്ക് എനർജി കൊടുക്കാതിരുന്നാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഹെൽത്തി റിലേഷൻ വരാൻ തുടങ്ങും. നിങ്ങൾ ഹെൽത്തി പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും വിത്ത് ഹെൽത്തി മൈൻഡ് സെറ്റ്. നിങ്ങളുടെ ലെവലിലുള്ള പീപ്പിളിനെ മാത്രം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും നഷ്ടപ്പെട്ടതിൻ്റെ വാല്യൂ. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും നിങ്ങളുടേത് റൈറ്റ് ഡിസിഷൻ ആയിരുന്നെന്ന്. സോ ഡോണ്ട് ഗോ ബാക്ക്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ബെഗ് ചേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ തള്ളിവിടില്ല. ഒരിക്കലും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടിയും വരില്ല. അവർ നിങ്ങളെ എപ്പോഴും സെക്യൂർ ആക്കിയിരിക്കും. അതാണ് ഹെൽത്തി ലവ്. ഇനി അവർ തിരിച്ചു വന്നാലും നിങ്ങളൊരു ഇമോഷണൽ ഡിസ്റ്റൻസിൽ ജീവിക്കണം. നിർബന്ധമായിട്ടും നിങ്ങളൊരു ബ്രേക്കപ്പിലാണ് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കണം.